സംസ്ഥാനത്തെ കാരുണ്യ ബെനവലന്റ് ചികിത്സാ പദ്ധതി നിലച്ചു. പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യ ചികിത്സ ലഭിച്ചിരുന്ന പദ്ധതിയാണ് സർക്കാർ ഉത്തരവിറക്കാൻ വൈകിയതിനാൽ നിലച്ചത്. ജൂൺ 30 പദ്ധതിയുടെ കാലാവധി അവസാനിച്ചിരുന്നു. നടപടി ഉടൻ സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. കൊടി സുനിയുടെ തുടർച്ചയായ വിവാദങ്ങൾക്ക് പിന്നിലെ ലക്ഷ്യം ജയിൽ മാറ്റമെന്ന് വിലയിരുത്തൽ. തവനൂർ സെൻട്രൽ ജയിലിൽ നിരന്തര പ്രശ്നങ്ങളുണ്ടാക്കി വിയ്യൂർ ജയിലിലേക്ക് മാറാനാണ് TP കേസ് പ്രതി കൊടി സുനിയുടെ നീക്കമെന്നാണ് ജയിൽ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. സഹതടവുകാരനെ ഭീഷണിപ്പെടുത്തിയും ജയിൽ ജോയിന്റ് സൂപ്രണ്ടിനെതിരെ ഭീഷണി മുഴക്കിയതും ഒടുവിൽ ജയിൽ ഉദ്യോഗസ്ഥരെ കബളിപ്പിച്ച് ഫോൺ വിളി നടത്തിയ സംഭവം ഉൾപ്പെടെ തുടർച്ചയായ നടപടികൾക്ക് പിന്നാലെയാണ് ഈ വിലയിരുത്തൽ. എക്സൈസ് ഉദ്യോഗസ്ഥരുടെ വാഹനം ഇടിച്ചു തെറിപ്പിച്ച് കഞ്ചാവ് കേസ് പ്രതികൾ രക്ഷപ്പെട്ടു. എക്സൈസ് ഉദ്യോഗസ്ഥർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. മലപ്പുറം അങ്ങാടിപ്പുറം വൈലോങ്ങരയിലാണ് സംഭവം. പ്രതി സഞ്ചരിച്ച മാരുതി സ്വിഫ്റ്റ് കാർ ഉപയോഗിച്ചാണ് എക്സൈസ് ഉദ്യോഗസ്ഥരുടെ സ്കൂട്ടർ ഇടിച്ചു തെറിപ്പിച്ചത്. പ്രതികൾ താമസിക്കുന്ന വീടുകളിൽ നിന്ന് 14 കിലോ കഞ്ചാവ് എക്സൈസ് സംഘം പിടികൂടി. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായുള്ള എക്സൈസ് പരിശോധനയ്ക്കിടെയാണ് സംഭവം. നിരവധി മയക്കുമരുന്ന് കേസുകൾ പ്രതിയായ സക്കീറും സംഘവുമാണ് രക്ഷപ്പെട്ടത്. രക്ഷപ്പെട്ട പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി എക്സൈസ് സംഘം. സ്വകാര്യ ആശുപത്രി നഴ്സുമാരുടെ ശമ്പള പരിഷ്കരണം വേഗത്തിലാക്കാൻ സർക്കാർ നീക്കം. മിനിമം വേജസ് അഡ്വൈസറി ബോർഡ് പുനഃസംഘടിപ്പിക്കും. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാൻ കുറഞ്ഞത് 2 മാസം സമയമെടുക്കുമെന്ന് ആരോഗ്യമന്ത്രി K മുരളീധരൻ പറഞ്ഞു. നിയമം നടപ്പിലാക്കുന്നതുവരെ നിരാഹാര സമരം നടത്തുമെന്ന് നഴ്സുമാർ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി N ശേഷാദ്രിനാഥന്റെ നിയമനത്തിൽ മുസ്ലിം ലീഗിലും അതൃപ്തി. മന്ത്രിമാരും പാർട്ടിയും കൂടിയാലോചനയില്ലെന്ന വിമർശനങ്ങൾക്കിടെയാണ് തദ്ദേശ വകുപ്പ് മന്ത്രിയുടെ ഇടപെടലിൽ നിർണായക സ്ഥാനത്ത് സംഘപരിവാർ ആഭിമുഖ്യമുള്ളയാളെ നിയമിച്ചുവെന്ന ആരോപണവും ഉയരുന്നത്. ലീഗ് മന്ത്രിമാർ ഭരിക്കുന്ന വകുപ്പുകളിൽ നിരന്തരം വിവാദമുണ്ടാകുന്നതും പാർട്ടി നേതൃത്വത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അതേസമയം വിവാദങ്ങൾ ഉയർന്നതിന് ശേഷം ലീഗ് സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്നിട്ടില്ല. സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്നാൽ വലിയ വിമർശനങ്ങൾ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ പ്രോസിക്യൂഷൻ അനുമതി ഉത്തരവിറക്കിയതായി സർക്കാർ ഹൈക്കോടതിയിൽ. ഉത്തരവ് ഹാജരാക്കാൻ 2 ദിവസം സാവകാശം തേടി സർക്കാർ. ആവശ്യം അംഗീകരിച്ച കോടതി ഹർജി അടുത്ത ബുധനാഴ്ച പരിഗണിക്കാൻ മാറ്റി. കേരള സർവകലാശാല സ്റ്റാൻഡിംഗ് കൗൺസിൽ അഡ്വക്കേറ്റ് തോമസ് എബ്രഹാം രാജിവെച്ചു. പുതിയ കൗൺസിലായി അഡ്വക്കേറ്റ് ഗിരിജ ഗോപാലനെ VC മോഹനൻ കുന്നുമേൽ സ്വന്തം നിലയ്ക്ക് നിയമിച്ചതിന് പിന്നാലെയാണ് രാജി. VCയെ രൂക്ഷമായി വിമർശിച്ചുള്ള രാജിക്കത്ത് സർവകലാശാല രജിസ്ട്രാർക്ക് കൈമാറി. തന്നെ മാറ്റാൻ VCക്ക് അധികാരമില്ലെന്നും സ്റ്റാൻഡിംഗ് കൗൺസിലിനെ നിയമിക്കാനോ നീക്കം ചെയ്യാനോ അധികാരമുള്ളത് സിൻഡിക്കേറ്റിനെന്നും കത്തിൽ പരാമർശം. VCയുടെ നിയമവിരുദ്ധ നടപടികളും രാജിക്കത്തിൽ. തമിഴ്നാട്ടിൽ തേനി ജില്ലയിലെ മീനാക്ഷിപുരത്ത് കാറും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മലയാളിക്ക് ദാരുണാന്ത്യം. മരിച്ചത് എറണാകുളം സ്വദേശി തമ്പിരാജ്. ഒപ്പമുണ്ടായിരുന്ന 3 പേർക്ക് ഗുരുതര പരിക്ക്. തമിഴ്നാട് മധുരയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ചികിത്സ തേടി പോകും വഴിയായിരുന്നു അപകടം. ഗൂഗിൾ മാപ്പിലൂടെ തെറ്റായ വഴിയിൽ സഞ്ചരിച്ചതാണ് അപകട കാരണമെന്ന് പോലീസ്. പാലക്കാട് അധ്യാപകൻ വിദ്യാർത്ഥിയെ മർദ്ദിച്ചതായി പരാതി. അയലൂർ ഗവൺമെന്റ് UP സ്കൂളിലാണ് സംഭവം. സംഭവത്തിൽ പരിക്കേറ്റ 7ാം ക്ലാസ് വിദ്യാർത്ഥി സിദ്ധാർത്ഥ് നെന്മാറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി. ജൂൺ 29 ഉച്ചയ്ക്ക് വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ വഴക്കിനെ തുടർന്നാണ് സംഭവം. മറ്റൊരു അധ്യാപകൻ വിദ്യാർത്ഥിയിൽ നിന്നും വിവരങ്ങൾ ചോദിച്ചറിയുന്നതിനിടെ സോഷ്യൽ സയൻസ് അധ്യാപകൻ ഉദയൻ മുഖത്തടിച്ചെന്നാണ് പരാതി. പരാതിയെ തുടർന്ന് സ്കൂളിലെത്തിയ പോലീസ് വിദ്യാർത്ഥികളിൽ നിന്ന് മൊഴിയെടുത്തു. PSC റിസർച്ച് ഓഫീസർ പരീക്ഷയിൽ മുഖ്യമന്ത്രിക്ക് പരാതി പ്രവാഹം. ക്രമക്കേട് ആഭ്യന്തര വിജിലൻസ് അന്വേഷണം നടത്തും. PSC റിസർച്ച് ഓഫീസർ പരീക്ഷയിൽ സിലബസ് അട്ടിമറിച്ചു, ചോദ്യമുണ്ടാക്കിയത് എക്സ്പേർട്ട് കമ്മിറ്റിയിൽ ഗുരുതര ക്രമക്കേടാണെന്നുമാണ് ഉദ്യോഗാർത്ഥികളുടെ ആരോപണം. 100ൽ 54 ചോദ്യങ്ങൾക്കും ഉത്തരം B ഓപ്ഷൻ വന്നതും സ്റ്റാറ്റിസ്റ്റിക്സ് യോഗ്യത വേണ്ടിടത്ത് കൊമേഴ്സിനെ തിരികെ കയറ്റിയെന്നും ഉദ്യോഗാർത്ഥികൾ പരാതിയിൽ പറയുന്നു. ബിഗ് TVയാണ് വാർത്ത പുറം ലോകത്തെത്തിച്ചത്. തൃശൂർ പരിയാരത്ത് തടയണയിൽ വീണ് യുവാവ് മരിച്ചു. അപകടം പരിയാരം കുറ്റിക്കാട് ചങ്കൻകുറ്റി തടയണയിൽ. മരിച്ചത് കൂർക്കമറ്റം സ്വദേശി 19 വയസ്സുള്ള ഷെറിൻ. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിന്റെ വെള്ളത്തിൽ വീണ മൊബൈൽ ഫോൺ എടുക്കാൻ ഇറങ്ങിയപ്പോൾ മുങ്ങിപ്പോവുകയായിരുന്നു. സുഹൃത്തിന്റെ നിലവിളി കേട്ട് അതുവഴി പോയിരുന്ന ബൈക്ക് യാത്രികർ ഷെറിനെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം ചാലക്കുടി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി. സംസ്ഥാനത്തെ AI ക്യാമറകളുടെ പ്രവർത്തനം നിലച്ചത് 625 ക്യാമറകളുടേത്. ഇന്റർനെറ്റ് സേവനദാതാക്കളായ ജിയോയ്ക്ക് പണം നൽകാത്തത് പ്രധാന കാരണം. സർക്കാർ കുടിശ്ശിക നൽകാനുണ്ടെന്ന് കെൽട്രോണിന് സർക്കാർ നൽകാനുള്ളത് 65 കോടി. ഉടൻ കൊടുത്തു തീർക്കുമെന്ന് ഗതാഗത വകുപ്പ്.
കണ്ണൂർ ഇരിക്കൂരിൽ 2ാം ക്ലാസ് വിദ്യാർത്ഥിയെ മർദ്ദിച്ച അധ്യാപകന് സസ്പെൻഷൻ. പട്ടാനൂർ UP സ്കൂളിലെ അധ്യാപകൻ K വിപിനെയാണ് സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്. ജൂൺ 16-നാണ് അധ്യാപകൻ വിദ്യാർത്ഥിയെ മർദ്ദിച്ചത്. ബോർഡിൽ എഴുതിയത് നോട്ട് പുസ്തകത്തിലേക്ക് പകർത്താൻ വൈകിയെന്നാരോപിച്ചായിരുന്നു മർദ്ദനം. മലപ്പുറത്ത് 24 മണിക്കൂറിനിടെ 2 വൻ രാസലഹരി വേട്ടകൾ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ 2 കേസുകളിലായി 310 ഗ്രാം MDMA പോലീസ് പിടികൂടി. സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം സ്വദേശികളായ അബ്ദുൽ നാസർ, സിറാജ്, മുഹമ്മദ് റാഷിദ്, മിഖായിൽ എന്നിവർ അറസ്റ്റിൽ. അരീക്കോട് 250 ഗ്രാം MDMAയും പൂക്കോട്ടുംപാടത്ത് 60 ഗ്രാം MDMAയുമാണ് പോലീസ് പിടികൂടിയത്. ജില്ലയിലെ ലഹരി ശൃംഖല കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കാൻ പോയ ഫിഷറീസ് ബോട്ട് കടലിൽ കുടുങ്ങി. ബേപ്പൂരിൽ നിന്നും 20 നോട്ടിക്കൽ മൈൽ അകലെയാണ് 7 ഫിഷറീസ് ജീവനക്കാർ കുടുങ്ങിയത്. റെസ്ക്യൂ ബോട്ടിന്റെ അടിഭാഗം പാറയിൽ തട്ടിയാണ് കുടുങ്ങിയത്. വേലിയേറ്റ സമയത്ത് ഇവർ രക്ഷപ്പെട്ട് തിരികെ എത്തി. കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെ മറ്റൊരു സംഘം മത്സ്യത്തൊഴിലാളികളെത്തി രക്ഷിച്ചു. ഭൂട്ടാൻ വാഹന കള്ളക്കടത്ത് കേസിൽ നടൻ ദുൽഖർ സൽമാനെ കസ്റ്റംസ് വീണ്ടും ചോദ്യം ചെയ്യും. ഭൂട്ടാനിൽ നിന്ന് കടത്തിയ 4 വാഹനങ്ങൾ ദുൽഖർ ഒളിപ്പിച്ചുവെന്ന നിഗമനത്തിലാണ് കസ്റ്റംസ്. റെയ്ഡ് നടത്തിയിട്ടും ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്താൻ കഴിയാത്ത വാഹനങ്ങൾ ഉടൻ ഹാജരാക്കാനും ദുൽഖറിന് നിർദ്ദേശം. കേസിൽ ദുൽഖറിന്റെ 4 വാഹനങ്ങളാണ് കസ്റ്റംസ് പിടിച്ചെടുത്തത്. കള്ളക്കടത്ത് വാഹനങ്ങളാണെന്ന് അറിഞ്ഞില്ലെന്നാണ് ദുൽഖറിന്റെ മൊഴി. 4 വാഹനങ്ങളുടെ രേഖകൾ ദുൽഖർ ഹാജരാക്കി. 3 ദിവസത്തെ സന്ദർശനത്തിനായി ജപ്പാൻ പ്രധാനമന്ത്രി സനെ ടക്കാച്ചി ഇന്ത്യയിൽ. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ ജപ്പാൻ പ്രധാനമന്ത്രിക്ക് ഊഷ്മള സ്വീകരണം നൽകി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. ഇരു രാജ്യങ്ങളും ആദ്യത്തെ സംയുക്ത പ്രതിരോധ വികസന പദ്ധതിയിൽ ഒപ്പുവെച്ചതായി പ്രധാനമന്ത്രി മോദി പ്രഖ്യാപിച്ചു. പ്രാദേശിക സമാധാനവും സമുദ്ര സുരക്ഷയും ശക്തിപ്പെടുത്താൻ ഇരു രാജ്യങ്ങളും പ്രതിരോധ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുമെന്നും മോദി പറഞ്ഞു. സനെ ടക്കാച്ചിയുടെ ഇന്ത്യയിലേക്കുള്ള ആദ്യ ഔദ്യോഗിക സന്ദർശനമാണിത്. വൈറ്റില മേൽപ്പാലത്തിൽ ചരക്ക് ലോറി ഫ്ലൈ ഓവറിന്റെ കൈവരിയിൽ ഇടിച്ചുകയറി. ഇന്ന് പുലർച്ചെയാണ് അപകടം. ലോറിയുടെ മുൻഭാഗം തകർന്നു. ലോറിയിലുണ്ടായിരുന്ന ഡ്രൈവറും സഹായിയും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. റോഡിൽ ലൈറ്റുകളോ റിഫ്ലക്ടറുകളോ ഇല്ലെന്നും സർവീസ് റോഡ് തിരിച്ചറിയാൻ കഴിയാത്തത് അപകടത്തിന് വഴിയൊരുക്കുന്നതായി പരാതി. പത്തനംതിട്ട കോന്നി കാട്ടാത്തി ഉന്നതിയിലെ ഊരുമൂപ്പനായുള്ള തിരച്ചിൽ തുടരുന്നു. ഊരുമൂപ്പനായ 70-കാരൻ മോഹൻദാസിനെയാണ് കഴിഞ്ഞ ശനിയാഴ്ച മുതൽ കാണാതായത്. ഇന്നേക്ക് 6 ദിവസം പിന്നിട്ടിട്ടും മോഹൻദാസിനെ കണ്ടെത്താൻ വനംവകുപ്പിനോ പോലീസിനോ സാധിച്ചിട്ടില്ല. അതേസമയം തിരച്ചിൽ ഊർജിതപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കുടുംബം ജില്ലാ പോലീസ് മേധാവിക്കും ജില്ലാ കളക്ടർക്കും പരാതി നൽകി. ഭാരക്കുറവുമായി ജനിച്ച കുട്ടികളെ പോറ്റാൻ നിവൃത്തിയില്ലാതെ ആദിവാസി കുടുംബം. കൊല്ലം അച്ചൻകോവിൽ മഞ്ജൂസിൽ ദമ്പതികൾക്കാണ് ഈ ദുരവസ്ഥ. SC പ്രൊമോട്ടർ സ്ഥലത്ത് സന്ദർശനം നടത്തിയിരുന്നില്ലെന്ന് ദമ്പതികളുടെ പരാതി. വേണ്ടത്ര സഹായവും SC പ്രൊമോട്ടറുടെ ഭാഗത്തു നിന്ന് ലഭിച്ചില്ലെന്നും ദമ്പതികൾ ബിഗ് ടിവിയോട് പറഞ്ഞു. സംഭവത്തിന് പിന്നാലെ വിഷയത്തിൽ ഇടപെട്ട് സർക്കാർ. കുട്ടികൾക്ക് ആവശ്യമായ പരിചരണം വകുപ്പുകൾ നൽകുമെന്നും സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്നും മന്ത്രി ബിന്ദു കൃഷ്ണ. കോഴിക്കോട് കായണ്ണയിലെ കാർഷിക വികസന തൊഴിലാളി ക്ഷേമ സംഘത്തിൽ വ്യാപക ക്രമക്കേടെന്ന് പരാതി. കോൺഗ്രസ് ഭരിക്കുന്ന സംഘത്തിനെതിരെ കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് തന്നെയാണ് പരാതിയുമായി രംഗത്തെത്തിയത്. പരിധി ലംഘിച്ച് മെമ്പർഷിപ്പ് ചേർക്കുന്നുവെന്നും ബനാമി ലോണുകൾ ധാരാളമായി വിതരണം ചെയ്യുന്നുവെന്നും പരാതി. പല ലോണുകളും കൃത്യമായി തിരിച്ചടവ് വരുന്നില്ല. ഇത്തരം ലോണുകളിൽ നിയമ നടപടിയെടുക്കാൻ ഡയറക്ടർ ബോർഡ് അനുവദിക്കുന്നുമില്ല. എല്ലാത്തിനും പിന്നിൽ വലിയ അഴിമതിയുണ്ട്. സഹകരണ വകുപ്പ് കൃത്യമായി അന്വേഷിച്ചാൽ വലിയ തട്ടിപ്പുകൾ പുറത്തുവരുമെന്നും EM രവീന്ദ്രൻ. കോഴിക്കോട് നാദാപുരം ഇരിങ്ങണ്ണൂരിൽ നീതി മെഡിക്കൽ സ്റ്റോറിൽ മോഷണം. 22,000 രൂപ മോഷണം പോയി. മാസ്ക് ധരിച്ചെത്തിയ 2 യുവാക്കളാണ് മോഷണം നടത്തിയതെന്ന് CCTV ദൃശ്യങ്ങളിലൂടെ വ്യക്തമായി. CCTV ദൃശ്യങ്ങൾ സഹിതം കടയുടമ പോലീസിൽ പരാതി നൽകി. വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. നാദാപുരം പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ചേർത്തല മായിത്തറയിൽ ദേശീയപാത ഇടിഞ്ഞു താഴ്ന്ന സംഭവത്തിൽ ദേശീയപാത അതോറിറ്റിയുടെ വീഴ്ചകൾ പുറത്ത്. നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് ജല അതോറിറ്റി. ആലപ്പുഴ ദേശീയപാതയിൽ 5 ഇടങ്ങളിൽ കൂടി സമാനമായ ദുരന്തം കാത്തിരിക്കുന്നുവെന്നും മുന്നറിയിപ്പ്. 35 ദിവസം മുൻപ് നൽകിയ മുന്നറിയിപ്പ് പോലും ദേശീയപാത അധികൃതർ മുഖവിലക്കെടുത്തില്ല എന്നും വിമർശനം. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിൽ വിദേശ നിക്ഷേപം വരുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തി. മുഖ്യമന്ത്രി കൂടി അറിഞ്ഞുള്ള ഡീലാണിതെന്നാണ് പ്രധാനപ്പെട്ട ആരോപണം. കുത്തകവൽക്കരിക്കാനുള്ള നീക്കമാണ് നടത്തുന്നതെന്നും ഇത് മുഖ്യമന്ത്രി അറിഞ്ഞാണോ എന്ന് വ്യക്തമാക്കണമെന്നും ഇന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. അതേസമയം കരാറിന്റെ പുറത്തുള്ള ഒരു വ്യവസ്ഥയും അംഗീകരിക്കാനാകില്ല എന്നാണ് സർക്കാരിന്റെ നിലപാട്. തിരുവനന്തപുരത്ത് കാണാതായ യുവാവിന്റെ മൃതദേഹം കിണറ്റിൽ കണ്ടെത്തി. കാട്ടാക്കട മൈലാടി സ്വദേശി അരുൺകുമാർ എന്ന അനീഷാണ് മരിച്ചത്. ഭാര്യ വീടായ കിള്ളി മൈലേക്കോണത്ത് നിന്ന് തിങ്കളാഴ്ച രാത്രിയാണ് ഇയാളെ കാണാതായത്.
മൈലേക്കോണത്തിന് സമീപത്തുള്ള പഞ്ചായത്ത് കിണറ്റിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വിളപ്പിൽശാല പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. കേരള സർവകലാശാലയിൽ VC വിളിച്ചു ചേർത്ത അടിയന്തര സെനറ്റ് യോഗത്തിൽ ബഹളം. പ്രതിഷേധിച്ച് ഇടതു സിൻഡിക്കേറ്റ് അംഗങ്ങൾ. സംഘി VC ഗോബാക്ക് മുദ്രാവാക്യമുയർത്തിയായിരുന്നു പ്രതിഷേധം. സെനറ്റ് സിൻഡിക്കേറ്റ് യോഗങ്ങൾ കൃത്യമായി വിളിക്കുന്നില്ലെന്ന് ഇടതാരോപണം. VCക്ക് ജനാധിപത്യ ബോധമുണ്ടെങ്കിൽ സിൻഡിക്കേറ്റ് യോഗം എത്രയും വേഗം വിളിക്കണമെന്നും ഇടതു സിൻഡിക്കേറ്റ് അംഗങ്ങൾ. അല്ലാത്ത പക്ഷം പ്രതിഷേധം കടുപ്പിക്കുമെന്നും മുന്നറിയിപ്പ്. PRDയിലെ PSC നിയമനങ്ങൾ കൂടുതൽ കുരുക്കിലേക്ക്. അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ തസ്തികയിലേക്ക് പിണറായി സർക്കാരിന്റെ കാലത്ത് പ്രിസം പാനലിൽ നിന്നും നടത്തിയ നിയമനങ്ങളിലാണ് കുരുക്കുമുറുകുന്നത്. PSC തള്ളിക്കളഞ്ഞ കാഷ്വൽ പ്രവൃത്തി പരിചയം മാനദണ്ഡമാക്കി ജോലിയിൽ പ്രവേശിച്ചവർ പുറത്താകാൻ സാധ്യത. വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നൽകി ജോലിയിൽ പ്രവേശിച്ചവരെക്കുറിച്ചും അന്വേഷണം. കുംഭമേള വൈറൽ പെൺകുട്ടിയെ പ്രായപൂർത്തിയാകാതെ വിവാഹം ചെയ്തു എന്ന പോക്സോ കേസിൽ ഭർത്താവ് മുഹമ്മദ് ഫർമാന് തിരിച്ചടി. മധ്യപ്രദേശ് ഹൈക്കോടതി സമീപിക്കാൻ 2 ആഴ്ച സാവകാശം വേണമെന്ന ആവശ്യം കേരള ഹൈക്കോടതി തള്ളി. മധ്യപ്രദേശ് ഹൈക്കോടതിയെ സമീപിക്കാൻ കേരള ഹൈക്കോടതി. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ആദ്യം പ്രതി ചേർക്കപ്പെട്ട MSF നേതാവ് മുഹമ്മദ് കാസിമിനെ കുറ്റവിമുക്തനാക്കി SIT റിപ്പോർട്ട്. അന്വേഷണത്തിൽ കാസിം കുറ്റക്കാരനല്ലെന്ന് ബോധ്യപ്പെട്ടെന്ന് പ്രത്യേക അന്വേഷണ സംഘം വടകര ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. അതേസമയം കേസിലെ മുഖ്യപ്രതി ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷയിൽ കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി നാളെ വിധി പറയും. നേരത്തെ പോലീസ് അന്വേഷണത്തിൽ ഉൾപ്പെട്ട് SIT ചോദ്യം ചെയ്ത റിബേഷ് രാമകൃഷ്ണന്റെ ജാമ്യ ഹർജിയും നാളെ ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കും. വിവാദ സ്ക്രീൻഷോട്ട് ആദ്യഘട്ടത്തിൽ പ്രചരിപ്പിച്ചവരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താൻ SIT നീക്കം നടക്കുന്നതിനിടെയാണ് റിബേഷ് മുൻകൂർ ജാമ്യ ഹർജി സമർപ്പിച്ചത്. പാലക്കാട് നഗരത്തിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയിൽ പ്രധാന അധ്യാപകനെതിരെ പോലീസ് കേസെടുത്തു. പാലക്കാട്ടെ സർക്കാർ UP സ്കൂളിലാണ് സംഭവം. പാഠപുസ്തകം വാങ്ങാനെത്തിയ വിദ്യാർത്ഥിയെ പ്രധാന അധ്യാപകൻ പീഡിപ്പിച്ചെന്നാണ് പരാതി. മുമ്പും സമാന സംഭവം ഉണ്ടായിട്ടുണ്ടെന്നും കുട്ടിയുടെ മൊഴി. രക്ഷിതാക്കളുടെ പരാതിയിൽ പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് കേസെടുത്തു. CWC റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർ നടപടിയെന്ന് പോലീസ്. കോംബോ ഓഫർ പരസ്യം കണ്ട് ഭക്ഷണം വാങ്ങിയ 21 പേർക്ക് ഭക്ഷ്യവിഷബാധ. കടയ്ക്കാവൂരിലാണ് സംഭവം. തുച്ഛമായ വിലയ്ക്ക് ഷവർമയും ഷവായിയും ഒരുമിച്ച് നൽകുന്ന കോംബോ ഓഫർ പരസ്യം കണ്ടാണ് ഭൂരിഭാഗം പേരും ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചത്. എന്നാൽ ഇത് കഴിച്ചതിന് പിന്നാലെ കുട്ടികളടക്കമുള്ള ഉപയോക്താക്കൾക്ക് ഛർദിയും വയറിളക്കവും അനുഭവപ്പെട്ടു. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ച കട ഭക്ഷ്യസുരക്ഷാ വിഭാഗം അടച്ചുപൂട്ടി. PSC മൂല്യനിർണ്ണയ വിവാദം ആഭ്യന്തര വിജിലൻസ് അന്വേഷണം തുടങ്ങി. അന്വേഷിക്കുന്നത് വിജിലൻസ് SP-യുടെ നേതൃത്വത്തിൽ. 10 ചോദ്യങ്ങൾ എന്തുകൊണ്ട് റദ്ദാക്കിയെന്നത് പ്രധാന അന്വേഷണം. ഇതിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നും അന്വേഷിക്കുന്നു. തൃശൂർ വടക്കാഞ്ചേരിയിൽ ഓട്ടോറിക്ഷയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികന് പരുക്ക്. വടക്കാഞ്ചേരി പത്താങ്കല്ല് സ്വദേശി നവാസിനാണ് പരുക്കേറ്റത്. റെയിൽവേ സ്റ്റേഷൻ ജംഗ്ഷൻ മേൽപ്പാലം റോഡിൽ ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. നവാസിന്റെ കാലിന് ഗുരുതരമായി പരുക്കേറ്റു. പരുക്കേറ്റയാളെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഡിവൈഎഫ്ഐ ജില്ലാ സമ്മേളനത്തിൽ വിമർശനം. 10 വർഷമായി സമരരംഗത്തില്ലായിരുന്നു. സർക്കാരിന്റെ വാഴ്ത്തുപാട്ടുകാരായി മാത്രം സംഘടന മാറിയെന്ന വിമർശനം. പയ്യന്നൂരിലെ ധാർഷ്ട്യം പാർട്ടിക്ക് തിരിച്ചടിയായി ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി സരിൻ ശശിക്കെതിരെയും വിമർശനം. സരിൻ ശശി വിഭാഗീയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാറിയെന്നാണ് വിമർശനം. ഓപ്പറേഷൻ തൂഫാന് പിന്തുണയുമായി SNDP യോഗം. മുഖ്യമന്ത്രി VD സതീശനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും പിന്തുണ പ്രഖ്യാപിച്ച് വെള്ളാപ്പള്ളി നടേശന്റെ ലേഖനം. യോഗനാഥം പത്രത്തിൽ എഴുതിയ മുഖപ്രസംഗത്തിലാണ് സർക്കാരിന്റെ തൂഫാൻ പദ്ധതിക്ക് SNDP യോഗം പിന്തുണ പ്രഖ്യാപിച്ചത്. ദോഹയിൽ നടന്ന US-ഇറാൻ ധാരണാപത്രത്തിൽ നല്ല പുരോഗതിയെന്ന ഖത്തർ വിദേശകാര്യ മന്ത്രാലയം. ഖത്തറും പാകിസ്ഥാനും മധ്യസ്ഥത വഹിച്ച ദോഹയിലെ കൂടിക്കാഴ്ചകൾ പൂർത്തിയായി. മുഖാമുഖം ചർച്ച നടത്താതെ US-ഇറാൻ പ്രതിനിധികൾ. ചർച്ചകൾ നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ടെന്നും ആണവായുധ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉടൻ ആരംഭിക്കുമെന്നും US വൈസ് പ്രസിഡന്റ് JD വാൻസ്. അടുത്ത ഘട്ട ചർച്ച ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങിന് ശേഷം. പത്തനംതിട്ട അടൂർ പള്ളിക്കലിൽ വയോധികൻ കൈത്തണ്ട മുറിച്ച ശേഷം കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു. 65-കാരൻ വാസുദേവനാണ് മരിച്ചത്. അയൽവാസിയായ യുവതിയുടെ സിറ്റ് ഔട്ടിൽ ചെന്ന് കൈത്തണ്ട മുറിച്ച ശേഷം പഞ്ചായത്ത് കിണറ്റിൽ ചാടിയാണ് ഇയാൾ മരിച്ചത്. അയൽവാസിയായ യുവതിയുമായി മതിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തർക്കം നിലനിന്നിരുന്നു. ഇതിലുള്ള മനോവിഷമത്തിലാണ് ഇയാൾ ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടിൽ ശശിധരൻ കർത്തിയുടെ മകളുടെ ഭർത്താവ് കമ്പനി ഡയറക്ടർ അനിൽ ആനന്ദ പണിക്കരെ ED ചോദ്യം ചെയ്യുന്നു. ചോദ്യം ചെയ്യൽ 8 മണിക്കൂർ പിന്നിട്ടു. അനിൽ ആനന്ദ പണിക്കർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാക്കിയ 13 കോടി രൂപയുടെ വ്യാജ കമ്മീഷൻ ഇടപാടുകളിലാണ് അന്വേഷണം. അനിൽ ആനന്ദ പണിക്കരെ ചോദ്യം ചെയ്യുന്നത് ഇത് 2ാം തവണ. ബംഗാൾ ഉൾക്കടലിൽ സീസണിലെ ആദ്യ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. സംസ്ഥാനത്ത് മഴ കനത്തേക്കും.
നാളെ 2 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ്. 9 ജില്ലകളിൽ യെല്ലോ അലേർട്ടും. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യത. മലയോര തീരദേശ മേഖലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം. ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊച്ചിയിൽ ഡോക്ടർമാർക്കും സിനിമാ പ്രവർത്തകർക്കും ലഹരിമരുന്ന് വിതരണം ചെയ്യുന്ന മുഖ്യഇടപാടുകാർ ഡാൻസ് ഓഫിന്റെ പിടിയിൽ. ചേരാനല്ലൂർ സ്വദേശി അമൽ ജോർജ്, നോർത്ത് പറവൂർ സ്വദേശി അഭിജിത്ത് എന്നിവരാണ് 15 ഗ്രാം MDMA പിടിയിലായത്. വീട് വാടകയ്ക്കെടുത്തായിരുന്നു വൻതോതിലുള്ള ലഹരി കച്ചവടം. കൊച്ചിയിലെ പ്രമുഖ ആശുപത്രികളിലെ ഡോക്ടർമാർക്കടക്കം അമൽ ലഹരി വിതരണം ചെയ്യുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തി. 1 വർഷം മുമ്പ് കാക്കനാട്ടെ ഫ്ളാറ്റിൽ നിന്ന് 1/4 കിലോ MDMA അമലിനെ അറസ്റ്റ് ചെയ്തിരുന്നു. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷം അമൽ ലഹരി കച്ചവടം തുടർന്നു. കൂട്ടാളിയായ അഭിജിത്തിന്റെ അക്കൗണ്ടിലൂടെയായിരുന്നു പണമിടപാടുകൾ. കശുവണ്ടി വികസന കോർപ്പറേഷനിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ അനുമതി നൽകിയ സർക്കാർ ഉത്തരവിനെ ന്യായീകരിച്ച് ആർ ചന്ദ്രശേഖരൻ രംഗത്തെത്തി. അദ്ദേഹം പറയുന്നത് കോടതി ഉത്തരവ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് സർക്കാരിന് ഇത്തരം ഒരു ഉത്തരവ് ഇറക്കേണ്ടി വന്നതെന്നാണ്. INTUC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറുമോ എന്നുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അത് കേന്ദ്ര കമ്മിറ്റി തീരുമാനിക്കുമെന്നായിരുന്നു മറുപടി. സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയെന്ന പരാതിയിൽ അന്വേഷണം നടത്താൻ പോലീസിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് നടി അൻസിബ ഹസൻ വീണ്ടും കോടതിയിൽ. പാലാരിവട്ടം പോലീസിന് നൽകിയ പരാതിയിൽ നടി ലക്ഷ്മിപ്രിയക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യണമെന്നാണ് ആവശ്യം. വിഷയത്തിൽ കോടതി പോലീസിനോട് വിശദീകരണം തേടി. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ പൈലിംഗ് യന്ത്രം ചരിഞ്ഞു. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിന്റെ ഇലക്ട്രിക് ലൈനിന്റെ മുകളിലേക്കാണ് ചരിഞ്ഞത്. പ്ലാറ്റ്ഫോമിലെ ഇലക്ട്രിക് ലൈനിന്റെ വൈദ്യുതി വിച്ഛേദിച്ചു. ട്രെയിൻ ഉയർത്താനുള്ള ശ്രമം മണിക്കൂറുകൾ തുടർന്നു. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ ഗതാഗതം തടസ്സപ്പെട്ടു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്ന ആരോപണത്തെ തള്ളി PS പ്രശാന്ത്. താൻ അധികാരമേൽക്കും മുമ്പാണ് ദ്വാരപാലക ശില്പം പൊളിച്ചെടുത്ത് സ്വർണം പൂശാൻ തീരുമാനിച്ചത്. അതിൽ തനിക്ക് പങ്കില്ല. ഗൂഢാലോചന നടത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്നും PS പ്രശാന്ത്. കേസിനെ നിയമപരമായി നേരിടാനൊരുങ്ങി പ്രശാന്ത്. ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന നിലയിൽ പാലക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി. മരുന്ന് വിതരണ കേന്ദ്രത്തിന് സമീപത്താണ് മേൽക്കൂര തകർന്ന് തലയിൽ വീഴാവുന്ന നിലയിലുള്ളത്. മഴയത്ത് ചോർന്നൊലിക്കുകയാണ് പല ഭാഗങ്ങളും. കാലങ്ങളായി ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പലതവണ അധികൃതരെ അറിയിച്ചിട്ടും നടപടിയില്ലെന്ന ആക്ഷേപം. ആശുപത്രി കെട്ടിടങ്ങൾ പലതും തകരാറായ നിലയിലാണെന്നും പരിഹാരം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ആരോഗ്യമന്ത്രി V മുരളീധരൻ. വേതന വർധന ആവശ്യപ്പെട്ട് തൃശൂർ അമല ജൂബിലി മിഷൻ ആശുപത്രികളിലെ നഴ്സുമാർ നടത്തുന്ന സമരം കടുപ്പിക്കാൻ തീരുമാനം. മരണം വരെ നിരാഹാര സമരം ആരംഭിക്കാൻ നഴ്സുമാർ. വരും ദിവസങ്ങളിൽ ശക്തമായ സമരപരിപാടികൾ ആസൂത്രണം ചെയ്യും. വേതന വർധന നടപ്പാക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് UNA. തിങ്കളാഴ്ച മുതൽ സമരം ശക്തമാക്കാനാണ് നീക്കം. മെഡിക്കൽ ടൂറിസത്തിന്റെ മറവിലുള്ള അവയവ കച്ചവട കേസിൽ ഇടിക്ക് പിന്നാലെ കൊച്ചിയിലെ പ്രമുഖ സ്വകാര്യ ആശുപത്രികളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ച പോലീസ്. ചട്ടങ്ങൾ മറികടന്ന് ആശുപത്രികളിൽ അവയവമാറ്റ ശസ്ത്രക്രിയകൾ നടന്നുവെന്ന് വ്യക്തമായതോടെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. റാക്കറ്റിലെ കണ്ണികൾക്ക് ആശുപത്രികളിൽ നിന്ന് പണം നൽകിയതിലടക്കം അന്വേഷണം ആരംഭിച്ചു. എറണാകുളം റൂറൽ SP K സുദർശന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. നിലവിൽ അവയവ കച്ചവടത്തിൽ 3 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ആശുപത്രികളിലെ ഡോക്ടർമാരുടെ പങ്കടക്കം അന്വേഷിക്കും. നടി അൻസിബയുടെ പരാതിയിൽ കേസെടുത്ത് നടൻ ടിനി ടോമിനെ വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ കടവന്ത്ര പോലീസ്. പരാതിക്കാരിയായ അൻസിബയെ കൂടാതെ നീന കുറുപ്പ്, ശ്വേത മേനോൻ എന്നിവരുടെ മൊഴിയും രേഖപ്പെടുത്തും. മൊഴികൾ പരിശോധിച്ച ശേഷമാകും തുടർ നടപടി. അറസ്റ്റടക്കമുള്ള നടപടികൾ ഉടൻ ഉണ്ടായേക്കില്ല. ടിനി ടോം വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചെന്നും അശ്ലീല ലൈംഗിക പരാമർശങ്ങൾ നടത്തിയെന്നും FIR. തിരുവനന്തപുരത്ത് മകളെ പീഡിപ്പിക്കാൻ ശ്രമിച്ച അയൽവാസിയുടെ കാല് പിതാവ് തല്ലിയൊടിച്ചു. പോത്തൻകോട് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം. അച്ഛനെ പോത്തൻകോട് പോലീസ് റിമാൻഡ് ചെയ്തു. അയൽവാസിക്കെതിരെ പോലീസ് പോക്സോ കേസെടുക്കും. പ്രതി നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. കുട്ടിയുടെ വൈദ്യ പരിശോധന പൂർത്തിയാക്കി മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യമൊഴിയും നൽകി. പ്രതിയുടെ ആദ്യ പരാതിയിൽ പൂർവ്വ വൈരാഗ്യത്തിന്റെ പേരിലാണ് ആക്രമമെന്ന വ്യാജമൊഴി. തൃശൂർ മാരാൻകോട് ഉന്നതിയിൽ കുടിലിനു മുകളിലേക്ക് മരം വീണു. കുടിൽ അപകടാവസ്ഥയിൽ. മലക്കപ്പാറയിലെ വീരൻകുടി, അരേക്കാപ്പുന്നതികളിലെ ആളുകൾ ഇപ്പോൾ താമസിക്കുന്ന മാരാൻകോടാണ് സംഭവം. 40ഓളം കുടുംബങ്ങളുടെ പുനരധിവാസം വൈകുന്നത് നേരത്തെ ബിഗ് TV റിപ്പോർട്ട് ചെയ്തിരുന്നു. ജിഷ്ണു, ദേവപ്രിയ, ഇവരുടെ 9 മാസം പ്രായമുള്ള ധൻഷിയ എന്നിവർ താമസിക്കുന്ന കുടിലിന് മുകളിലേക്കാണ് മരം വീണത്. നേരം പുലർന്നതിനാൽ അപകടം ഒഴിവായി. ഹൃദയാഘാതമുണ്ടായ കാർ യാത്രികന് രക്ഷകരായി മാലാഖമാരും നാട്ടുകാരും. MC റോഡിൽ കാലടിപ്പാലത്തിലെ ഗതാഗതക്കുരുക്കിൽ ഹൃദയാഘാതമുണ്ടായ കാർ യാത്രികനെ സമീപത്തുണ്ടായിരുന്ന ബസ്സിലെ നഴ്സുമാർ ഓടിയെത്തി CPR നൽകി രക്ഷിച്ചു. ഗതാഗതക്കുരുക്കിലൂടെ ഓടി നടന്ന് ആരോഗ്യ പ്രവർത്തകർ ഉണ്ടോ എന്ന് വിളിച്ചു ചോദിച്ച നാട്ടുകാരുടെ ഇടപെടൽ നിർണായകമായി.
ഹൃദയാഘാതമുണ്ടായ ചിരക്കക്കുടി സിഇ സിനാജ് അപകടനില തരണം ചെയ്തു.